Rahul and Neetu Kalaki. It was super. Full of energy. പറയേണ്ട ആവശ്യമില്ലല്ലോ. ഡാൻസേഴ്സ് സൂപ്പർ. പിന്നെ എന്റെ ഡൗട്ട് എന്താ ലാസ്റ്റ് വന്നിട്ട് എന്താ വടുവയോ എന്താ കടുവയോ വടുവ എന്ന് പറഞ്ഞ എന്താ നീ പോടാ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്കത് സ്വീകരിക്കാം. ഓൾറൈറ്റ്, ഇനി ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ജഡ്ജസിന് ഇഷ്ടപ്പെട്ടോ what they say. ഷീല മാം. നീതു ചേച്ചി പിന്നെ രണ്ടുപേരും നല്ല കെമിസ്ട്രി വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരും നോട്ടത്തിലും. ഞാൻ സത്യത്തിൽ അടുത്തിപ്പോ ഇത്തവണ ഞാൻ ഈ ഡാൻസർ സാരി നോക്കിയില്ല. നിങ്ങളുടെ രണ്ടുപേരും ആക്ഷനും മറ്റേ എന്താ അസിനും വിജയകാണായിരുന്നു നിങ്ങളുടെ നോട്ടമൊക്കെ. റിയലി ഒരു റിയൽ ലവ് ആയിട്ട് തോന്നി കേട്ടോ എനിക്ക്. ആൻഡ് അഭിനയത്തിന് വേണ്ടി വളരെ നന്നായി അഭിനയിച്ച രണ്ടുപേരും. പിന്നെ പാട്ട് സൂപ്പർ ആയിരുന്നു, നല്ല ലൈവ്ലി ആയിരുന്നു പാട്ട്. ഇതുപോലെ വേണം ഇവിടെ വന്നിരുന്ന് ഞങ്ങൾ ഉറക്കം തൂങ്ങിപ്പിക്കരുത്. വന്നാൽ ഇതുപോലെ നല്ല എല്ലാവരും നല്ല ഡാൻസ് ചെയ്തവരും നന്നായി ചെയ്തു. എന്നാലും ഞാൻ സാധാരണ അവരെയാ നോക്കുന്നത്, ഇത്തവണ നിങ്ങൾ രണ്ടുപേരെയാ നോക്കിയത്. ഏതായാലും ചിത്ര ചേച്ചി. രാഹുൽ ചേച്ചി ആദ്യമായിട്ട് കാണുകയാണ്, വളരെ സന്തോഷമുണ്ട് കേട്ടോ. പാട്ടൊക്കെ ഞാൻ നിങ്ങളുടെ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. രാഹുലിന്റെ പാട്ട് കേട്ടിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. എല്ലാം നന്നായി വരട്ടെ. നീതു ചേച്ചി നല്ല എനർജറ്റിക് ആയിരുന്നു ഒന്ന് പാടിയത് കേട്ടോ. പാടിയതും വളരെ മോൾ എപ്പോഴും വളരെ ചിരിച്ച് സന്തോഷമായിട്ട് നിന്ന് ചെയ്യുന്നതും ഒക്കെ എൻജോയ് ചെയ്തു. പിന്നെ വേറൊന്ന് നീതുവിന്റെ സ്ഥിരം നീതുവിന്റെ സ്റ്റൈൽ ഒരു പാട്ടാണ്. എല്ലാ വാക്കുകളും ഇരട്ടിച്ച് വരുന്ന ഒരു പാട്ടായതുകൊണ്ട് നീതുവിന് അത് ഈസി ആയിട്ട് പാടാൻ പറ്റും. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരുപാട് സ്ഥലത്ത് ശ്രുതി പോയി മോളെ. തുടക്കത്തെ എന്നാത്ത മുതല് അങ്ങനെ അവിടെ ഒരു എക്സ്ട്രാ ഗമവും കൊടുക്കുന്നുണ്ട്. നല്ല എളുത്ത എന്നാത്ത അങ്ങനെയുണ്ടോ? അങ്ങനെ എന്തെണ്ണം മോള് പാടുന്നുണ്ടൊരെണ്ണം എന്നാന്ന് പാടുന്നുണ്ട്. അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു ഒരിടത്ത്. പിന്നെ ഞാൻ മുഴുവൻ എനിക്ക് ശ്രുതിയുടെ കാര്യങ്ങൾ പിന്നെ ലിറിക്സ് ഒന്നും മനസ്സിലായില്ല കേട്ടോ. എന്തൊക്കെയോ തെറ്റുണ്ടെന്ന് തോന്നുന്നു. വെച്ച് പറഞ്ഞതൊന്നും എന്താണെന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അത്രേ ഉള്ളൂ, ബാക്കിയൊന്നും കുഴപ്പമില്ല. പക്ഷെ നല്ലൊരു ആറ്റിറ്റ്യൂഡ് നല്ലതായിരുന്നു കേട്ടോ. താങ്ക് യു ചേച്ചി. ശരത് സാർ. എനിക്ക് ഈ ശ്രുതിയാണ് തോന്നിയത് കേട്ടോ. പിന്നെ ലിറിക്കൊന്നും മനസ്സിലായില്ല ചിലതൊന്നും. പ്രത്യേകിച്ച് ഈ ചരണം രണ്ടും ഒരു ക്ലാരിറ്റി ഇല്ലാതെ എന്താ പറഞ്ഞതെന്ന്. പിന്നെ ഒരു സ്ഥലം മാത്രം ക്ലാരിറ്റി ഉണ്ടായിരുന്നു. എവിടെന്ന് പറയാമോ? അയ്യേ, അതൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല. ബടവാ എന്ന് പറഞ്ഞത് അതിന്റെ അർത്ഥം എന്താ പറഞ്ഞത്? കൊച്ചു വൃത്തികെട്ടവനെന്ന് അർത്ഥം തമിഴില്. ബടവാന്ന് പറഞ്ഞാൽ പോടാന്നല്ല അർത്ഥം. കേട്ടാ? വൃത്തികെട്ടവനെന്ന് അർത്ഥം. അതും നല്ലതാ. അതാണോ ഉദ്ദേശിച്ചത്? നീ പോടാന്ന് ചോദിച്ചിട്ടാണ് ബടവാന്ന് വിളിച്ചത്. ഭയങ്കര ചീത്തയാണ് തമിഴില്. രാഹുൽ ചേട്ടൻ ഞാൻ പറഞ്ഞെന്ന് നീ പോടാന്നാണ്. അല്ല, അങ്ങനെ എന്താണ് നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി. പിന്നെ റെക്കോർഡിലുള്ളതുകൊണ്ട് അത് അങ്ങനെ പാടിക്കോളാം. വഴി തെറ്റിക്കാൻ വേണ്ടിയാണ് തോന്നുന്നത് രാഹുൽ പറഞ്ഞത്. അല്ല, രാഹുലെ സുഖമാണോ? സുഖമാണ് സാർ. എന്തൊക്കെയുണ്ട് പരിപാടികള്? സുഖമായിട്ടിരിക്കണം സാർ. എന്തെങ്കിലും പാടിയോ? ഫിലിമിൽ എന്തെങ്കിലും പാടിയോ? 2 ഫിലിമിൽ പാടി സാർ. മിടുക്കൻ, കൊള്ളാമല്ലോ. ഓൾ ദി ബെസ്റ്റ് മോനെ. നന്നായിരുന്നു. നീ ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ചുമ്മാ ബടവാന്ന് ആണുങ്ങളൊക്കെ വിളിച്ചോണ്ട് നടക്കുക. പിന്നെ കൊള്ളായിരുന്നു നീ. ഒരു ടോട്ടൽ ഓളം ഉണ്ടെന്നുള്ള അല്ലാണ്ട് അത് കേട്ടോ, അത് ശരിയായിക്കോണം നീ. താങ്ക് യു ശരത് സാർ. ശ്രീയേട്ടാ. നീതു രാഹുൽ നല്ല പെർഫോമൻസ് ആയിരുന്നു. അതാണ് ആദ്യം പറയേണ്ടത്. നല്ല ഗ്രേസ് ഉണ്ട്. നമ്മുടെ ഭംഗിയോ അല്ലെങ്കിൽ നമ്മുടെ ശരീരവടിവോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊന്നുമല്ല. നല്ല എന്താണ് ഒരു എക്സ്പ്രസീവ് ആയിട്ടുള്ള, അതായത് ചെറിയ മൂവ്മെന്റ്സ് ചെയ്ത് കഴിഞ്ഞാലും അതിനകത്തൊരു ക്യൂട്ട്നെസ് ഫീൽ ചെയ്യണം. അത് രാഹുലിനും ഉണ്ടായിരുന്നു, നീതുവിനും ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. ഭയങ്കര രസമായിരുന്നു. എനിക്ക് പാട്ട് ഇത് പറ്റി പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഒരു യോജിപ്പ് അങ്ങോട്ട് വന്നില്ല. കാരണം അതായത് നീതു പാടുമ്പോഴത്തേക്ക് തുടക്കം തന്നെ അങ്ങ് ശ്രുതി പോയി. അവിടെ തന്നെ ശ്രുതി പോയി. പിന്നെ രാഹുൽ വന്നപ്പോ ശ്രുതിയിൽ വന്നു, പിന്നെ നീതു ശ്രുതിയിൽ വന്നു, പിന്നെ രാഹുൽ വന്നിട്ട് പിന്നെ വന്നപ്പോഴത്തേക്ക് കുറച്ച് ശ്രുതി പോയി. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് നമുക്കൊരു പിന്നെ കൂടുതൽ പോർഷൻസ് എനിക്ക് തോന്നുന്നു രാഹുലിനായിരുന്നു. ഈക്വലാണ്. പക്ഷെ എനിക്ക് ഫീൽ ചെയ്ത് രാഹുലാണ് കൂടുതലായിട്ട് പാടിയെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അതർവൈസ് ഇറ്റ്സ് ഗുഡ്. ഓൾ ദി ബെസ്റ്റ്.
Thank you, judges. Now over to the marks. Chitra Shechi on 30. 22. Thank you, Sharat sir. 22. Thank you, Thank you, Shriyata. 22. Thank you. 22 and Shriyama. എത്ര മാർക്ക് വേണം? ആ പറയും നീത്തു. പോരട്ടെ അല്ലേ? പോരട്ടെ ഇങ്ങോട്ട്. ഓക്കെ, 9 മാർക്സ്. 9 on 10. 66 plus 9, 75. 75 മാർക്സ് ആണ് നീതുവിന്റെ ഈ പെർഫോമൻസിലെ ജഡ്ജസ് നൽകിയത്. പെർഫോമൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് നീതുവിന് ആവശ്യമാണ്. നിങ്ങൾ SMS വളരെ അത്യാവശ്യമാണ്. എല്ലാവരും നീതുവിന് വേണ്ടി SMS അയക്കണം. SMS അയക്കേണ്ട ഫോമാറ്റ് ISS space Neetu, NEETHU.